നമസ്കാരം. മുറിക്കേണ്ട റിബൺ കിട്ടിയില്ലെങ്കിൽ കിട്ടിയ റിബൺ മുറിക്കുക എന്നൊരു ചൊല്ല് നിങ്ങൾ കേട്ടില്ലേ? ഇന്നലെ റിലീസ് ആയതേ ഉള്ളൂ, ഫ്രഷാ. കോഴഞ്ചേരി പാലം ഉദ്ഘാടനം കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും, അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. അതായത് എനിക്ക് തോന്നുന്നത് ഇടത് താത്വികാചാര്യന്റെ ഉപദേശപ്രകാരം ഇടത് സ്ഥാനാർത്ഥികളെല്ലാം ഇപ്പോ പിന്തുടരുന്ന ഒരു സൂത്രവാക്യം പരമാവധി ഉദ്ഘാടനങ്ങൾ സമം പരമാവധി വിജയം എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിർദ്ദേശം, ആ ഒരു സൂത്രവാക്യം അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നലെ നമ്മുടെ കോളർ വീണ ചേച്ചി, ഇപ്പൊ കോളറൊന്നും ഘടിപ്പിച്ചിട്ടില്ല, കോളർ ഘടിപ്പിക്കാതെയാണ് ഇപ്പം മേയാൻ പോകുന്നത്. അപ്പോൾ വീണ ചേച്ചി ഇന്നലെ ഒരു പാലം ഉദ്ഘാടനത്തിന് ചെന്നു. 8 കൊല്ലം മുമ്പ് തറക്കല്ലിട്ടതാണ് കോഴഞ്ചേരി പാലത്തിന്. പണി ഇതുവരെയും തീർന്നിട്ടില്ല. 8 വർഷം മുൻപ് തറക്കല്ലിട്ടതാണ് കോഴഞ്ചേരി പാലത്തിന്. പണി ഇഴഞ്ഞിഴഞ്ഞ് അവസാന ഘട്ടമെത്തി. പക്ഷെ നമുക്ക് ഈ സൂത്രവാക്യ പ്രകാരം ഉദ്ഘാടനങ്ങൾ പരമാവധി ചെയ്യണം, നമ്മുടെ മണ്ഡലത്തിന്റെ പരിധി തന്നെ ചെയ്യുകയും വേണം. അപ്പൊ പിന്നെ പണി തീർന്നതാണോ തീരാത്തതാണോ പൊളിഞ്ഞു വീണതാണോ മറ്റവർ ചെയ്തതിന്റെ ബാക്കിയാണോ എന്നൊന്നും നമുക്ക് നോക്കാൻ സമയം കിട്ടത്തില്ല. കിട്ടുന്ന റിബൺ എവിടെയെങ്കിലും 2 റിബൺ വലിച്ചു കെട്ടുക, മുറിക്കുക, അതിന്റെ ഫോട്ടോ എടുക്കുക, റീൽസുകൾ ഉണ്ടാക്കുക, സമൂഹ മാധ്യമങ്ങളിൽ മാക്സിമം വൈറലാക്കുക. അപ്പൊ ആ ഒരു ധൃതിയിൽ പാലത്തിന്റെ പണി കഴിയാത്ത വിവരം ശ്രദ്ധിച്ചില്ല. ചെന്ന് നോക്കിയപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്ത മിക്കവാറും അടുത്ത് പെടലിയുടെ സ്ഥാനത്ത് വേറെ എവിടെയെങ്കിലും വേദന തുടങ്ങേണ്ടതായിട്ട് വരും അടിയന്തരമായിട്ട്. ഇനി ഒരു അഭിനയത്തിന് തൽക്കാലം ചേച്ചിക്ക് കഴിവില്ല. ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഒരു നാടകത്തിന്റെ ക്ഷീണം. അതുകൊണ്ട് എന്ത് ചെയ്യാം, അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും, അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന്. റോഡെങ്കിൽ റോഡ്, പാലമെങ്കിൽ പാലം, ഇനി കൈവരി മാത്രമേ ഉള്ളെങ്കിൽ കൈവരിയുടെ ഉദ്ഘാടനം. നമുക്ക് ഉദ്ഘാടനം ചെയ്യണമെന്നല്ലേ ഉള്ളൂ. ചെന്ന് നോക്കിയപ്പോൾ റിബൺ വലിച്ചു കെട്ടിയിട്ടില്ല. പിന്നെ ഒരു തൂണിപ്പറേ നിന്ന് അപ്പുറത്ത് മാറി ആരോ ഒരു സ്കൂട്ടറും പാർക്ക് ചെയ്തിരുന്നു. സ്കൂട്ടറിന്റെ മൂലത്തിലും തൂണിന്റെ നെഞ്ചത്തുമായിട്ട് ഒരു റിബൺ അങ്ങ് വലിച്ചു കെട്ടി മുറിച്ച് ഉദ്ഘാടനം കഴിഞ്ഞ്. ഒരു സ്കൂട്ടറിലും തൂണിലുമായി റിബൺ വലിച്ചു കെട്ടി 3:30 തന്നെ മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഇവിടെ ഓരോരോ പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. നാട്ടുകാർക്ക് അതിന്റെ പ്രയോജനം ലഭിച്ചോ എന്ന് ചോദിക്കരുത്, ഉദ്ഘാടനം ചെയ്തു. അപ്പൊ നമ്മളിങ്ങനെ എഴുതി വെക്കുമല്ലോ, 1, 2, 3 എന്ന് നമ്പർ ഇട്ട് എഴുതി വെക്കുമ്പോൾ കോഴഞ്ചേരി പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. 8 കൊല്ലം കൊണ്ട് എഴയുവാണ് പാലം. ആദ്യം പണിഞ്ഞ ഭാഗമൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി, പക്ഷെ ഇതുവരെയും പാലത്തിന്റെ പണി പൂർത്തിയായില്ല. മറ്റേ നേതാക്കളൊക്കെ നേരത്തെ പറഞ്ഞത് അതിന്റെ പെയിന്റിങ്ങും കൂടെ ബാക്കിയുള്ളെന്നാ. പാലത്തിന്റെ അവിടെ ഇനി പെയിന്റിംഗ് അല്ലേ ബാക്കിയുള്ളൂ, ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മുഴുവൻ പണി കഴിഞ്ഞാൽ പിന്നെ പെയിന്റിങ്ങും കൂടെ ബാക്കിയുള്ളൂ, പക്ഷെ അവസാന ഘട്ടം പോലും എത്തിയിട്ടില്ല. ഗതികേടാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിക്കടക്കം ബോധ്യപ്പെട്ടു പാലം ഉദ്ഘാടനം വലിയ തിരിച്ചടിയാകും. വീണ ചേച്ചിയെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഇപ്പം കുറെ വണ്ടികളുടെയൊക്കെ പുറകിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ടല്ലോ, എന്താണ് വികസനത്തിന്റെ 10 വർഷങ്ങൾ, വ്യവസായ സൗഹൃദത്തിന്റെ 10 വർഷങ്ങൾ, പവർ കട്ടില്ലാത്ത 10 വർഷങ്ങൾ, 10 വർഷങ്ങൾക്ക് ഒരുപാട് വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും അറിയാത്ത തരത്തിലുള്ള സംഭവങ്ങൾ. അതില് കലാപങ്ങളില്ലാത്ത 10 വർഷങ്ങൾ. അപ്പോൾ വീണ ചേച്ചി ഈ അവസാന നിമിഷം ഇലക്ഷൻ അടുത്ത സമയത്ത് തന്നെ കേരളത്തെ ഒരു കലാപ ഭൂമിയാക്കാൻ ശ്രമിച്ചായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും മികച്ച കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച ആൾ എന്നുള്ള രീതിയിൽ വീണ ചേച്ചിക്ക് വേണ്ടത് ആറന്മുളക്കാർ കൊടുക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. ഒരു സ്കൂട്ടറിലും തൂണിലുമായി റിബൺ വലിച്ചു കെട്ടി 3:30 തന്നെ മന്ത്രി അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവരും കത്രിക വയറ്റിൽ വെച്ചു എന്നും പറഞ്ഞ് പരാതിപ്പെടുന്നു. എപ്പോഴും കത്രിക കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ബുദ്ധിമുട്ട് ആരെങ്കിലും അറിയുന്നുണ്ടോ? 24 മണിക്കൂറും കത്രിക കയ്യിലുണ്ട്. എവിടാ മുറിക്കാൻ ഒരു നാട കിട്ടുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അടുത്ത ഉദ്ഘാടനമായി. ഏതായാലും കേരളത്തിന്റെ ഉളുക്ക് വനിതയ്ക്ക് ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ അവിടെ ചെന്ന് നാറേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഖേദമുണ്ട്. അതുകൊണ്ട് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്യാമെന്ന് പുതിയ പോസ്റ്റർ ഇറക്കി. പാവപ്പെട്ടവരുടെ പ്രസ്ഥാനം മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പുതിയ നോട്ടീസുകൾ അടിച്ചിറക്കുന്നുണ്ട്, അതും വർണ്ണാഭമായ നോട്ടീസുകൾ. എവിടുന്നാ ചേച്ചി ഇതിനൊക്കെ കാശ്? ഞങ്ങളുടെ വീട്ടിലും പിരിവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, പൈസ കൊടുക്കാതെ സഹകരിച്ചിട്ടുണ്ട്. ഏതായാലും തെറിയാശാന്റെ ഒരു ഡയലോഗ് കഴിഞ്ഞ ദിവസം സജിയച്ചായനോട് പറഞ്ഞ ഡയലോഗ് ഞാൻ കടമെടുക്കുകയാണേ. കുളിച്ചില്ലേലും വേണ്ടൂല്ല, സംഗതി വരപ്പുറത്തിട്ടിരുന്നാൽ മതിയെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചോളും. പണി തുടങ്ങിയില്ലെങ്കിലും ഉദ്ഘാടന കർമ്മം ആദ്യം അങ്ങ് നിർവഹിക്കുക, അതിനുശേഷം പയ്യെ നമുക്ക് കൈ പൈസ വരുന്ന രീതിയിൽ അടിച്ചു മാറ്റിയതിന്റെ ബാക്കി വരുന്നതനുസരിച്ച് പണി തുടങ്ങിയാൽ മതിയല്ലോ. ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണല്ലോ പ്രധാനം. വേറൊരു കാര്യം കാണിച്ചു തരാവേ. വികസനം മുൻനിർത്തി തന്നെയുള്ള ഒരു പ്രചാരണമായിരിക്കുമല്ലേ നാളെ തൊട്ടുണ്ടാവുക? അല്ല, അത് ജനങ്ങൾക്ക് അറിയാലോ. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി, ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, നമ്മുടെ മരുമോൻ
മാധ്യമപ്രവർത്തകർ ചോദിച്ചു, വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ, ഞങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ വോട്ട് തേടുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ല, അങ്ങനെ പറയാൻ നേരെ നിന്ന് അതെ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു തന്നെയാണ് വോട്ട് പിടിക്കാൻ പോകുന്നത്, അല്ലാതെ മറ്റൊരു രീതിയിലുള്ള വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല, വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞ് ഞങ്ങൾ വോട്ട് തേടും എന്ന് ചുമ്മാതെങ്കിലും നിന്ന് പറയാനുള്ള ഇന്ധനം കയ്യിലില്ല. സ്വന്തം ജീവിതത്തിലൂടെ തിരിച്ചറിയും. ജനങ്ങൾ ഓരോരുത്തരും പ്രചാരകരായിരിക്കും. എത്ര കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. പക്ഷെ നമ്മൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണ്, ജനങ്ങളായിരിക്കും ഇതിൻ്റെ പ്രചാരകർ. കറക്റ്റാ. പിന്നെ എനിക്ക് ഇങ്ങേരോട് അങ്ങേ ഒറ്റത്തെ ഒരു ദേഷ്യം തോന്നിയ ഒരു നിമിഷം ഉണ്ടല്ലോ, ചൊറിഞ്ഞു കയറിയ ഒരു നിമിഷം. ബേപ്പൂരിന്റെ സുൽത്താനെ എന്ന് കുറെ വിവരദോഷികൾ നീട്ടി വിളിക്കുന്നു, അവരുടെ തോളയിലോട്ട് ഇങ്ങേര് ചാടിക്കേറുന്നു. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാ? വൈക്കം മുഹമ്മദ് ബഷീർ ആരാ? ആ അങ്ങേരുടെ കാലിന്റെ നഖം വെട്ടാനുള്ള യോഗ്യതയുണ്ടോ? അല്ല, ആ അടിമകളെന്ന് പറയുന്ന ഒറ്റ എണ്ണത്തിന് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? അതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരിക്കും. ഒരു താളത്തിന് ബേപ്പൂർ, ഇത് സുൽത്താൻ, അപ്പൊ ബേപ്പൂരിന്റെ സുൽത്താൻ. മലയാളം പഠിക്കുന്ന, മലയാള സാഹിത്യം അറിയാവുന്ന, സാഹിത്യകാരന്മാരെയൊക്കെ അറിയാവുന്ന കുറച്ച് ആളുകൾ കേരളത്തിൽ ബാക്കിയുണ്ട് കേട്ടോ. വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കേണ്ട ഒരു സംഭവമാണെന്ന് എനിക്ക് പറയാനുള്ളത്. മലയാള സാഹിത്യത്തെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ പ്രതിഷേധിക്കേണ്ട ഒരു സംഭവമാണ്. ബേപ്പൂരിന്റെ സുൽത്താൻ വലിഞ്ഞു കിടക്കുന്നു. അയ്യപ്പനെ സ്ത്രീ പ്രസവിച്ചതല്ലേ? പ്രസവിച്ചതാണെന്നാണല്ലോ ചരിത്രം, അല്ല ഛർദ്ദിച്ചതല്ലല്ലോ. അടുത്ത പണ്ഡിതൻ, അയ്യപ്പനെ ഒരു സ്ത്രീ പ്രസവിച്ചതായിരിക്കുമല്ലോ, ഛർദ്ദിച്ചതല്ലല്ലോ. എല്ലാവരും ജനിക്കുന്നത് ആണും പെണ്ണും ഇണ ചേർന്ന് അമ്മയുടെ വയറ്റിൽ നിന്നുമാണല്ലോ ഇങ്ങോട്ട് പുറത്തോട്ട് വരുന്നത്. അച്ഛനും അമ്മയും ഇണ ചേർന്ന് അമ്മമാര് പ്രസവിച്ച് ഉണ്ടായതാണ്. ജീവശാസ്ത്ര പണ്ഡിതൻ ക്ലാസ് എടുക്കുകയാണ്. എങ്ങനെയാണ് ജനനം, എങ്ങനെയാണ് മരണം, എങ്ങനെയാണ് ജീവിതം. അയ്യപ്പൻ ആരാ ഉവ്വേ? ഇപ്പൊ ദൈവങ്ങളും എല്ലാം ആണും പെണ്ണും ഇണ ചേർന്ന് അങ്ങനെ തന്നെ ജനിക്കുന്നവരാണെന്നാണ് പണ്ഡിതന്റെ വാദം. അയ്യപ്പൻ എങ്ങനെയാ തെറിയാശാനെ ജനിച്ചത്? നിങ്ങൾ വാ തുറന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട 3-4 വോട്ടും കൂടെ നിങ്ങൾ ഇല്ലാതാക്കൂ. അവസാനം സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും ചെയ്യാതാവും. വെറുത്ത് 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 എല്ലാ കാര്യത്തിനും സ്ത്രീ വേണം. പിന്നെ എന്തിന്? ഭയങ്കര സ്ത്രീപക്ഷമാണ് കേട്ടോ പ്രസംഗിക്കുന്നത് മുഴുവൻ. സ്ത്രീ സ്ത്രീ സ്ത്രീ, സ്ത്രീകൾക്ക് വേണ്ടി എന്ത് ചെയ്താൽ മതിയാവും എന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുക. പക്ഷെ ഒരിക്കലും ഇടതുപക്ഷത്തിന് ഒരു വനിതാ മുഖ്യമന്ത്രി വരില്ല. അയ്യപ്പനെ സ്ത്രീ പ്രസവിച്ചതല്ലേ? ഇങ്ങനെ മനഃപൂർവ്വം പണി കൊടുക്കുന്നത് കേട്ടോ. ഇച്ചിരി ഷുഗർ ഉണ്ടെന്നും പറഞ്ഞ് സീറ്റ് കൊടുക്കാതിരുന്നില്ലേ? ബട പൊളുസ് അങ്ങനെ ഇപ്പൊ അവര് ജയിക്കണ്ടല്ലേ? ആശാനെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ കൊടുക്കുക ആശാനെ. ഒരു സൈഡിൽ മെനക്കെട്ട് ബുദ്ധിമുട്ടി പ്രസംഗിച്ചോണ്ടിരിക്കുക കുറെ ആളുകൾ. എങ്ങനെ മലക്കം മറിയണം, എങ്ങനെ യൂട്ടേൺ അടിക്കണമെന്നറിയാതെ കണ്ണും പൂട്ടിയാണ് ഓരോന്നൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ടും ചെയ്തുകൊണ്ടും ഒക്കെ ഇരിക്കുന്നത്. ആചാരം സംരക്ഷിക്കും, ജീവൻ കളഞ്ഞും വിശ്വാസം സംരക്ഷിക്കും. കോടികൾ പൊടിച്ചതിന് വേണ്ടി ആഗോള അയ്യപ്പ സംഗമം നടത്തി. സ്ത്രീകളെ കയറ്റണോ ഇറക്കണോ, കയറ്റാതിരിക്കണോ, കയറ്റിയവരെ തൂക്കിക്കൊല്ലണോ, ഇതൊന്നും അറിയാതെ പറയാൻ വയ്യാതെ അവർ കിടന്ന് ജെളിവിരി കൊണ്ടോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം. ശബരിമലയിലെ ആചാരം അല്ലെങ്കിൽ വിശ്വാസമൊക്കെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും പോട്ടെ. അയ്യപ്പൻ്റെ അമ്മ ഒരു സ്ത്രീയല്ലേ? അയ്യപ്പൻ്റെ അമ്മ പ്രസവിച്ചതല്ലേ അല്ലേ അയ്യപ്പനെ? സാമാന്യ തത്വം പറ. അങ്ങനെയാണെങ്കിൽ പിന്നെ സ്ത്രീയെ നിരോധിക്കേണ്ട കാര്യമുണ്ട്. വിവരദോഷം ഒരു തെറ്റല്ലെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ തല്ലുകൊള്ളുത്തരാവും. ഒരു 5-6 ഡസൻ മൊണ്ണകളുണ്ട്. അതാണ് പ്രസ്ഥാനത്തിന്റെ ഐശ്വര്യം. അതിൽ പ്രധാനിയായിട്ട് വരും. അയ്യപ്പനും അങ്ങനെ ഉണ്ടായ പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ലെന്ന് ആരാ തെറിയാശാനെ പറഞ്ഞത്? യുവതികൾക്കാണ് പ്രവേശനം ഇല്ലാത്തത്. അതിന്റെ കാരണം എന്താണെന്ന് വിശ്വാസം ഇല്ലാത്തവരും ആചാരങ്ങളെയും വിശ്വാസത്തെയും കുറിച്ചൊക്കെ അറിയാത്തവരും അറിയാൻ താല്പര്യം ഇല്ലാത്തവരും മിണ്ടാതിരിക്കുന്നതല്ലേ പുത്തി ഇല്ലെന്നറിയാം. തല്ലുകൊള്ളാതിരിക്കാൻ അതാ നല്ലത്. അയ്യപ്പനും അങ്ങനെ ഉണ്ടായ പിന്നെ സ്ത്രീയെ നിരോധിക്കുന്നതിൽ എന്താ കാര്യം? തിരഞ്ഞെടുപ്പിന്റെ തീയതി അങ്ങോട്ട് കുറിച്ച് ഓരോരുത്തർ ഒരറ്റത്തു നിന്ന് ജോലിയും തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാവരും അധ്വാനിക്കും. നമുക്ക് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും.